സ്ഥിരം നമുക്ക് വരുന്ന ഒരു എൻക്വയറി ആണ് ദാറ്റ് ACL ലിഗമെന്റ് റീകൺസ്ട്രക്ഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ സർജറി കഴിഞ്ഞു. ഞാൻ റീഹാബ് 6 മാസം ചെയ്തു. സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 1.5-2 വർഷമായി. എന്നിട്ട് എനിക്ക് മര്യാദയ്ക്ക് കളിക്കാൻ പറ്റുന്നില്ല, പഴയ രീതിയിൽ എനിക്ക് ഓടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫ്ലുവൻസി കിട്ടുന്നില്ല, ഒരു റിത്തം പണ്ടത്തെ പോലെ ഒന്നും കിട്ടുന്നില്ല. സോ ഇത് മെയിൻലി ഞങ്ങളെ ഒബ്സർവ് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ഇൻസിഡൻസ് ആണ് ദാറ്റ് മിക്കവാറും ഇവരെ ഗ്രാഫ്റ്റ് എടുത്ത ഏരിയ ഹാംസ്ട്രിങ് ടെൻഡൻ ആയിരിക്കും, അല്ലെങ്കിൽ ക്വാഡ്രിസെപ്സ് ആയിരിക്കും, അല്ലെങ്കിൽ കാഫിന്റെ അവിടെ നിന്ന് ഗ്രാഫ്റ്റ് ഡോക്ടേഴ്സ് എടുക്കുമായിരിക്കും. എടുത്തു കഴിയുമ്പം അത് സ്റ്റിഫ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതായത് കംപ്ലീറ്റ്ലി നിവരാനുള്ള ചാൻസസ് കുറവായിരിക്കും. അങ്ങനെ നിവരാതെ ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതലായിട്ട് സ്കിൽഡ് ആക്ടിവിറ്റീസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സ്ട്രെയിൻ എടുക്കുക, പഴയ ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത്. എക്സ്റ്റൻഷൻ ലാഗ് ആണ് മെയിൻലി അതിന് ഉണ്ടാവുന്നത്. അതൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ പറഞ്ഞ പാറ്റേണിലൊക്കെ നമുക്ക് ഓടാനോ ആ റിത്തം പഴയത് കിട്ടാനൊന്നും വലിയ ബുദ്ധിമുട്ടുള്ളതല്ല. പിന്നെ ഉള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ റീഹാബ് ചെയ്ത്, ഇപ്പൊ ലെഫ്റ്റ് ലെഗിന്റെ ആണ് ACL റീകൺസ്ട്രക്ഷൻ നടന്നെങ്കിൽ റൈറ്റ് ലെഗിന്റെയും ലെഫ്റ്റ് ലെഗിന്റെയും വെച്ച് ക്വാഡ്രിസെപ്സ് മസിൽസും ഹാംസ്ട്രിങ് മസിൽസും കമ്പയർ ചെയ്യുമ്പോൾ 10 to 15 ഡിഗ്രി ഡിഫറൻസ് ഉണ്ടെന്ന് വിചാരിക്കുക ലെഫ്റ്റ് ലെഗിന്റെ മസിൽ ബൾക്കിന്. അത് തന്നെ മതി പവർ ഡിഫറൻസ് ഉണ്ടാവാനായിട്ട്. ഇതെല്ലാം ഡിപ്പെൻഡ്സ് ഓൺ എ ഫിസിയോ ഹു റിയലി ഇവാലുവേറ്റ് യു പ്രോപ്പർലി ആൻഡ് ഗിവ് യു എ ഗൈഡൻസ്. ഇത് ഇങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഈ എക്സസൈസിലല്ല, ഇതും കൂടി ചെയ്യണം എന്നുള്ളൊക്കെ ഒരു പ്രോപ്പർ ഗൈഡൻസ് തന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മാറാവുന്ന സംഗതികളേ ഉള്ളൂ.